ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് ആക്സസിൽ നിന്നും വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഇങ്ക് സ്പ്ലാഷ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. 4 സെക്കൻഡുകൾ വീതമുള്ള 5 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മാസ്ക് ടെംപ്ലേറ്റ് ആണിത്. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. മുകളിലത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷൻ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിംഗ് സെലക്ട് ചെയ്യുക. ഡിഫാൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 4 സെക്കൻഡായി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിങ്ങൾക്ക് വേണ്ട വിധം എൻലാർജ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കർസർ ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിൽ വെച്ചുകൊണ്ട് അടുത്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ഇമേജിൽ നാം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം അതുപോലെ തന്നെ ഇവിടെയും ആവർത്തിക്കുക. ഈ രീതിയിൽ ഓരോ ഇമേജിന്റെയും എൻഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമേജുകളും ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ ഇമേജുകളും ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്രഷ് സ്ട്രോക്ക് ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് ലെയർ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായി നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും ഇങ്ക് സ്പ്ലാഷ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഈ ടെക്സ്റ്റ് ഇവിടെ നിന്നും ബ്രഷ് സ്ട്രോക്ക് ഇമേജിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഫോണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് വേണ്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഈ ടെക്സ്റ്റ് ലെയറിന്റെ സൈസ് നിങ്ങൾക്ക് വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്കെയിലപ്പ് സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആദ്യത്തെ ലെയറിന് താഴെയായി കൊണ്ടുവന്ന് വെക്കുക. ഈ ടെക്സ്റ്റ് ലെയറിന് നൽകിയിരിക്കുന്ന ഫാൻസി ഫോണ്ടിനായി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും റീഡ്രസ്ഡ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ ഫോണ്ട് നിങ്ങളുടെ കൈൻ മാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് ടെക്സ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിലവിലെ ഈ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഫോണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ചെയ്യുക. റീഡ്രസ്ഡ് സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും കളർ സെലക്ട് ചെയ്യുക. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിന്റെ സൈസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഇമേജിന് വരേണ്ട ടെക്സ്റ്റുകളാണ് ഇപ്പോൾ നാം നൽകിയത്. അടുത്ത ഇമേജിന് വേണ്ട ടെക്സ്റ്റുകൾ നൽകുന്നതിനായി ആ ഇമേജ് ലെയറിന്റെ തുടക്കത്തിലായി കർസർ വെക്കുക. ഈ 2 ടെക്സ്റ്റ് ലെയറുകളും സ്പ്ലിറ്റ് ചെയ്യുക. ഓരോ ടെക്സ്റ്റ് ലെയറുകളിലും ക്ലിക്ക് ചെയ്ത് കീബോർഡ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിലവിലെ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പുതിയ ടെക്സ്റ്റുകൾ എൻ്റർ ചെയ്യുക. ഈ രീതിയിൽ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ടെക്സ്റ്റുകൾ അഥവാ കോഡ്സുകൾ നൽകേണ്ടതാണ്.
ഇവിടെ എല്ലാ ഇമേജുകൾക്കും വേണ്ട കോഡ്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.